മുൻ ചീഫ് ജസ്റ്റിസും ഇപ്പോഴത്തെ രാജ്യസഭാംഗവുമായ രഞ്ജൻ ഗൊഗോയിയെ ലോക്സഭയിൽ തൃണമൂൽ എം പി മഹുവ മൊയ്ത്ര വലിച്ചു കയറി ഒട്ടിക്കുമ്പോൾ അതിനെതിരെ ബഹളമുണ്ടാക്കുകയും മഹുവ മൊയ്ത്രയ്ക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കുകയും ഒക്കെ ചെയ്ത BJP-ക്കാർ ഇപ്പോൾ ലജ്ജിക്കുന്നുണ്ടാകും. ഇയാൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ബഹളമൊക്കെ കാട്ടിക്കൂട്ടിയത് എന്നോർത്ത്. BJP-ക്കും കേന്ദ്ര സർക്കാരിനും നല്ല അടി ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ കൊടുത്ത രഞ്ജൻ ഗൊഗോയ് അതിൻ്റെ തുടർച്ചയായി താൻ പരമോന്നത പദവി വഹിച്ച ഇന്ത്യൻ ജുഡീഷ്യറിയെ തന്നെയും തള്ളിപ്പറയുകയാണ്. ചിരിക്കാതെന്ത് ചെയ്യും? സാരമായി എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് ആ മനുഷ്യന് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ. ഇപ്പോൾ NRC എന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് പരിപാടിയാണ് എന്നും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമാണ് അവർ അതൊക്കെ കൊണ്ടുവന്നത് എന്നുമാണ് BJP-ക്കെതിരായ പരാമർശത്തിൽ ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം ഈ രാജ്യം തന്നെ ഭീതിതമായ ഒരവസ്ഥയിലാണ് എന്ന്, എങ്ങനെ ജീവിക്കുമെന്നറിയാത്ത ഒരു സ്ഥിതിയിലേക്ക് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു. അത്രയും അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഈ ഭരണത്തിന് കീഴിൽ രാജ്യത്തുണ്ടായിരിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞ് BJP-ക്കാരെ ആകെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു യഥാർത്ഥത്തിൽ ഈ രഞ്ജൻ ഗൊഗോയ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യൻ ജുഡീഷ്യറി ജീർണാവസ്ഥയിലാണ് എന്ന് തുറന്നു പറച്ചിൽ ഈ രഞ്ജൻ ഗൊഗോയ് നടത്തുന്നത്. ഇന്ത്യൻ ജുഡീഷ്യറിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഭരണകൂടം ഒരു ശ്രമവും നടത്തുന്നില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നു. $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്ന നമ്മൾ എന്തുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലായ ഈ ജുഡീഷ്യറിയെ താങ്ങി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നാണ് രഞ്ജൻ ഗൊഗോയിയുടെ ചോദ്യം. വേറെ ആരെങ്കിലുമാണ് ചോദിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠത്തിൻ്റെ അധിപനായിരുന്ന മനുഷ്യനാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി അതിന് തൊട്ടു പിന്നാലെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ശുപാർശയിൽ രാജ്യസഭയിലേക്ക് പ്രവേശനം നേടിയ ആളാണ് ഈ സംസാരിക്കുന്നത്. സാമ്പത്തികമായി ജഡ്ജിമാരില്ലാത്ത ഒരു സാഹചര്യം കൊണ്ട് ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ജീർണതയുണ്ടായിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് സ്വന്തം പാർട്ടിക്കാരോട് പറഞ്ഞ് ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല? ഇതുപോലെ പൊതുജനങ്ങളുടെ മുന്നിൽ വന്ന് വിളിച്ചു പറയുകയാണോ വേണ്ടത്? ജീർണിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ഈ നാടിന് ബോധ്യപ്പെടുന്നു. ആ സ്ഥാനത്തിരിക്കുന്ന ചിലരുടെ മനസ്സ് ജീർണിച്ചു പോയാൽ ജുഡീഷ്യറിയും ജീർണിക്കുമെന്ന് നമുക്ക് വ്യക്തമാകുന്നു. ആർക്കു വേണ്ടിയാണോ ഈ രഞ്ജൻ ഗൊഗോയ് താൻ ആ കസേരയിൽ ഇരുന്നപ്പോൾ ഓശാന പാടിക്കൊണ്ടിരുന്നത്, അവരെ തന്നെ ഇപ്പോൾ തിരിഞ്ഞു കടിക്കുന്ന നിലയിലുള്ള നിലപാടുകളല്ലേ പറയുന്നത്? അങ്ങനെയേ പറയാനാകൂ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ജഡ്ജിപ്പണി എന്ന് പറയുന്നത് ഒരു അഭിനിവേശമാണ് എന്നാണ്. അങ്ങനെ അഭിനിവേശമുള്ള ഒരാൾ എന്തുകൊണ്ട് ഈ നാട്ടിലെ സാമാന്യ ജനതയോടൊപ്പം നിൽക്കാതെ ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ പിണിയാളായി മാറി എന്നുള്ളതല്ലേ ചോദ്യം? അങ്ങനെ ഭരണകൂടത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിച്ചത് എത്ര ഉദാഹരണങ്ങൾ ഈ രഞ്ജൻ ഗൊഗോയിയുടെ കാലത്ത് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ സാധിക്കും. റാഫേലിൻ്റെ കാര്യത്തിൽ, ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ, ഭീമ കൊറേഗാവിൻ്റെ കാര്യത്തിൽ, മാവോയിസ്റ്റുകളുടെ കാര്യത്തിൽ ഒക്കെ ഇവിടുത്തെ സാമാന്യ ജനത പ്രതീക്ഷിച്ച നിലപാടുകളായിരുന്നില്ല രഞ്ജൻ ഗൊഗോയ് മുന്നോട്ട് വച്ചത്. അതിൻ്റെ പ്രതിഫലമായിട്ടാണല്ലോ ഈ രാജ്യസഭാംഗത്വം കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ പോയിരുന്ന് ആ BJP ഭരണകൂടത്തിൻ്റെ തട്ടിപ്പുകളെക്കുറിച്ചും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ജീർണാവസ്ഥയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗതികെട്ട കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്നോർത്ത് ലജ്ജിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മഹുവ മൊയ്ത്ര പാർലമെൻറ്റിനകത്ത് നടത്തിയ പരാമർശങ്ങൾ, രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾക്കെതിരെ കോടതിയിൽ പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യം ആ പരിപാടിയുടെ അവതാരക ചോദിച്ചു. അപ്പോൾ രഞ്ജൻ ഗൊഗോയ് പറയുന്നത്, നിങ്ങൾ കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി അലക്കണം. അങ്ങനെ നിങ്ങളുടെ വസ്ത്രങ്ങൾ അവിടെ അലക്കിയാലും നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു നീതിയും ലഭിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ കോടതിയിൽ പോയാൽ ഈ പറയുന്ന മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തിക്ക് പോലും പ്രതീക്ഷയില്ല അവിടെ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന്. കാരണം നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അത്രമേൽ
ജീർണാവസ്ഥയിലായിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടുന്നു. ഒരു നീതിന്യായ പീഠത്തിൻ്റെ, അതും പരമോന്നത നീതിന്യായ പീഠത്തിൻ്റെ തലവനായിരിക്കുന്ന വേളയിൽ പോലും ആ ജീർണാവസ്ഥ പരിഹരിക്കാൻ എന്തു ചെയ്യാൻ സാധിക്കും എന്നു പോലും ചിന്തിക്കാതെ ഭരണകൂടത്തിന് ഓശാന പാടിക്കൊണ്ടിരുന്ന ഒരാൾ ഇപ്പോൾ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിരുന്നു പറയുന്നു, അയ്യോ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നു, നിങ്ങൾ അവിടുത്തെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുന്നു, ഇവിടുത്തെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുന്നു, കോടതികളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, കോടതികൾ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലായി മാറിയിരിക്കുന്നുവെന്ന്. ഈ നാട്ടിലെ ജനാധിപത്യ ബോധമുള്ള, നീതിയും ന്യായവും പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ ഇത്രയും നാളുകളായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് സാർ. നിങ്ങളെപ്പോലുള്ളവർ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഭരണകൂട ധാർഷ്ട്യത്തിന് കീഴടങ്ങിക്കൊടുത്തപ്പോൾ ഈ നാട്ടിലെ ജനം വിലപിച്ചത് ഇങ്ങനെയൊക്കെയാണ് സാർ. ഇപ്പോഴെങ്കിലും തിരിച്ചറിയുന്നുണ്ടല്ലോ നിങ്ങളെപ്പോലുള്ളവർ. എന്തായാലും മഹുവ മൊയ്ത്ര പാർലമെൻറ്റിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അത്രമേൽ നമ്മളെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകളല്ലേ ഇപ്പോൾ ഈ മുൻ ന്യായാധിപൻ നമ്മളോട് വിളിച്ചു പറയുന്നത്, ഈ ഭരണകൂടത്തിൻ്റെ ചെകിടത്തടിക്കുന്നത്. അതുകൊണ്ട് മഹുവ മൊയ്ത്രയുടെ വാക്കുകൾക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടാവുകയാണ്. ആ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി കേൾക്കുകയും ചെയ്യാം. I will lay out a few home truths by using my parliamentary privilege that guards me from charges of sedition and contempt for anything I say in this house. And Mr. Law Minister, sir, if you're present on the premises, with all due respect, this time you have neither the right to shut me up nor to try and get my words expunged from the record. The sacred cow that was the judiciary is no longer sacred. It stopped being sacred the day a sitting Chief Justice of this country was accused of sexual harassment, presided over his own trial, cleared himself, and then proceeded to accept a nomination to the upper house within 3 months of retirement, replete with Z+ security cover. The judiciary stopped being sacred when it chose to squander the greatest opportunity that any bench of the highest court of this land has ever seen, to reinforce the founding principles of our democratic republic and to uphold the rights enshrined in Part 3 of our constitution. It let Mausa. 1 second, please. Please, Mau. He cannot discuss Please, in the House. Please, wait. And Nishikant Vijan, point of order. The minister is on his legs. Please, 1 second, please. Yes, Minister. 352(5). 352 point of order, 352(5). Yes. Premchandra ji, she cannot discuss. 352(5). The Chief Justice, the conduct of the Chief Justice of India. Let the minister here, without giving the prior notice and approval of your chair. Sir, it is extremely important that I not only not avoid please, sir. It is very important that I not only not avoid them, but I bring them up, because I did not accuse the honorable gentleman of sexual harassment. Please. Somebody else did. A trial happened which he presided over. Number one, let me put it on record. I did not. It is a matter of great shame that someone sitting in the Chief Justice of India's chair, to which he had been appointed by the President of India, was accused of such a horrible act. I did not do it. Instead, let migrants walk to their repeating deaths. the charges. Please, It let our greatest It should not be activists done. and modern It should freedom not be done. fighters rot in jail. She is repeating the And it charges. now sits back as She a is not moral obeying the agenda. order. Chairman When I sir, am a she is critical not joke. obeying the order. Chairman sir, she is not obeying the order. Again she is repeating. Sir, the judiciary stopped being sacred when it chose to squander the greatest opportunity that any bench of the highest court of this land has ever seen, to reinforce the founding principles of our democratic republic and to uphold the rights enshrined in Part 3 of our constitution. Instead, it let migrants walk to their deaths. It let our greatest activists and modern fighters rot in jail, and it now sits back as a mute spectator when our young are prosecuted for cracking a joke. The judiciary seems to have forgotten the constitutional principle of separation of powers, that Parliament and Parliament alone can legislate. If something is bad in law, then the courts can strike it down or stay it on grounds of unconstitutionality. But unless it is so, the courts must do nothing. The government alone must face the consequences. If the government has brought in the farm laws which are not acceptable to people, then either the government will repeal the laws, or the courts or the people will vote the government out.